ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുമെന്ന് തിരുത്തി പറയേണ്ട കാലത്താണോ? ഇതൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിലേക്ക് കയറുന്ന ഇൻഫർമേഷനും അല്ലെങ്കിൽ ലോകത്ത് നമ്മളൊരു ദിവസം എത്ര ആളെ കാണുന്നു ഡിജിറ്റൽ വേൾഡിൽ. ഈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം. ബട്ട് നമ്മളുടെ ശരിക്കും സ്ക്രീൻ യൂസ് ചെയ്യുന്നതിന്റെ യൂസും ടൈം പാസും ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ പഞ്ചഭൂതാത്മക ലോകത്തിലാണ് ഈ ജീവിതം നടക്കുന്നത്, സ്ക്രീനിലല്ല. പഞ്ച ഇന്ദ്രിയ അനുഭവങ്ങൾ എത്രയധികം റിഡ്യൂസ് ആവുന്നോ അത്രയധികം നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ഇപ്പം നമ്മൾ ഒരു സ്ക്രീൻ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഈ റൂമിനകത്ത് തന്നെ ഒരു 15 സ്ക്രീൻ ഉണ്ടാവും. ശരീരത്തെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിനെ ബാധിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ പഴയ പഴഞ്ചൊല്ലൊന്ന് തിരുത്തി പറയണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നത് ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകൂ എന്നും തിരുത്തി പറയേണ്ട കാലത്താണോ നമ്മൾ? സത്യത്തിൽ അന്നും അതും തിരുത്തി പറയാവുന്നതാണ്, പണ്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് ഒന്നിനെയും ഡോമിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇതൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെ നമ്മൾ മനസ്സിലാക്കണം. ഹാർഡ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ്, സോഫ്റ്റ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ, ഇപ്പം ഞാൻ വളരുന്ന ഒരു സാഹചര്യം എന്നെ സ്വാധീനിക്കാൻ സാധ്യത എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാർ, അവരുടെ പേരൻസ്, അതെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വീടിൻ്റെ ചുറ്റുപാട്, കൂടിപ്പോയ എൻ്റെ ജനിച്ചു വളർന്ന നെല്ലുമുകൾ ചന്തയിലെ എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ജംഗ്ഷനിലെ സുഹൃത്തുക്കൾ. ഇന്നതല്ല, ലോകം മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന ലോകം വലുതാണ്. ഇതെല്ലാം ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. അതെ, മനസ്സിലേക്കുള്ള ഡോസേജ് ഭയങ്കരമായിട്ട് ടൺസ് ആൻഡ് ടൺസ് ആയിട്ട് ഡോസേജ് മാറി. ആ കാലത്ത് നമ്മൾ എന്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ശരീരമാണോ മനസ്സാണോ എന്നുള്ളത്? മനസ്സിനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഇല്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ കൂടെ ഉള്ള ആളുകളോട് ആരോടെങ്കിലും ചോദിക്കുക, നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിലേക്ക് കയറുന്ന ഇൻഫർമേഷനും അല്ലെങ്കിൽ ലോകത്ത് നമ്മളൊരു ദിവസം എത്ര ആളെ കാണുന്നു ഡിജിറ്റൽ വേൾഡിൽ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഉള്ളതുകൊണ്ട് കാണുന്നത്. അല്ലെങ്കിൽ 10 ആളെ നമ്മൾ കാണുള്ളൂ നമ്മുടെ ഗ്രാമത്തിലെ ഒരു ദിവസം. അങ്ങനെ ജീവിച്ചിരുന്നവരാ നമ്മൾ. ബട്ട് ഈ ഡിജിറ്റൽ വേൾഡ് വന്നതോടുകൂടെ നമ്മൾ അത്രയും കൺസ്യൂമിങ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഓവർലോഡിങ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ നൽകുന്ന പരിശീലന കളരികളുടെ പ്രധാന ഒരു ട്രെയിനിങ് ആണിത്. നമ്മളിത് കൺസ്യൂം ചെയ്യരുത്. റോങ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്, കുറയ്ക്കണം. പോസിറ്റീവ് പോലെ ഞാൻ എൻ്റെ കൂടെ വന്ന ആളുകളോട് അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് പറയാം, ഈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം. ഒരെണ്ണം കണ്ടെത്തിയതിന്റെ ഉദ്ദേശത്തിലല്ല അതിപ്പോ നിൽക്കുന്നത്. മനുഷ്യന്റെ സമയത്തെ മുഴുവൻ കില്ല് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന അനിൽജിക്കായാലും എനിക്കായാലും സതീശനായാലും ഒക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പച്ചക്കറി പോലും നമുക്ക് ഡെലിവറി ചെയ്യുന്ന സ്ക്രീൻ വഴിയാണ്. അല്ല, നമ്മുടെ വീട്ടിലെ CCTV ക്യാമറ എത്തുന്ന സ്ക്രീൻ വഴിയാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ ബസ് ട്രാക്ക് ചെയ്യുന്ന സ്ക്രീനിലാണ്. അതിനേക്കാൾ ഉപരി വീട്ടിൽ ഇപ്പൊ അമ്മ കുക്ക് ചെയ്യുന്നത് യൂട്യൂബിലാണ്. എല്ലാം സ്ക്രീൻ നമ്മളുടെ. നമുക്കിത് രണ്ടായി തരംതിരിക്കാം. ഒന്നായി കൺഫ്യൂഷൻ തീരും. സ്ക്രീൻ ഫോർ എ യൂസേജ് ആൻഡ് സ്ക്രീൻ ഫോർ എ ടൈം പാസ്. നമ്മളിത് ഇനി ജെന്യൂനായിട്ട് നമ്മളൊന്ന് ഇതിനെ അസസ്മെന്റ് ചെയ്യണം. കാരണം ഞാനും നല്ല സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് സ്ക്രീൻ ആവശ്യമുണ്ടല്ലോ. ബട്ട് നമ്മളുടെ ശരിക്കും സ്ക്രീൻ യൂസ് ചെയ്യുന്നതിന്റെ യൂസും ടൈം പാസും ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ട്, ഈ ടൈം പാസിലാണ് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു ടൈമുകൾ. ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം ഞാൻ പറയുന്നത്. അവർ കൂടുതലും ജസ്റ്റ് റീൽസ് സ്ക്രോൾ ചെയ്തിട്ടും അങ്ങനെ തന്നെ ഒരു സ്കെഡ്യൂളൊന്നും ഇല്ല, എന്താ കാണേണ്ടതൊന്നും ഇല്ല. വരുന്നതൊക്കെ ഹോം പേജിൽ വരുന്നതൊക്കെ നീക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ യൂസിന് വേണ്ടി നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത്രയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ശരിക്കും ലൈഫ് നടക്കുന്നത് ഈ പ്രകൃതിയിലാണ്, ഈ പഞ്ചഭൂതാത്മക ലോകത്തിലാണ് ഈ ജീവിതം നടക്കുന്നത്, സ്ക്രീനിലല്ല. ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ വേൾഡിനെ റെക്കോർഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് നമ്മുടെ, അല്ലേ? നമ്മൾ കൈക്കോട്ടും പിക്കാസൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ടൂൾ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, സ്മാർട്ട് ഫോണൊക്കെ. സോ ഇന്ന് ഞാൻ ഈ ഇത്തരം ആധുനികമായ എല്ലാ ടൂളുകളും അതിൻ്റെ ഹൈ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, എല്ലാ സാങ്കേതികതകളും ഉപയോഗിക്കുന്ന ഒരാളാണ്. ബട്ട് അതേസമയം അതിനെ ഇക്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള, മണ്ണ് തൊട്ടുള്ള, കാറ്റ് കൊണ്ടുകൊണ്ടുള്ള, വെയിൽ കൊണ്ടുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു ലൈഫ് പാരലലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഫലവൃക്ഷ തൈകളുടെ കൂടെയും പച്ചക്കറികളുടെ കൂടെയും ഒരു 8-10 ഐറ്റം മൃഗങ്ങളെ വളർത്തുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ. അവരുടെ കൂടെയൊക്കെയാണ്. ഒരു മനുഷ്യനും
ഇവിടെ സാധാരണ മനുഷ്യനല്ല. അസാധാരണത്വം എന്ന് പറയുന്നത് നമ്മൾ നേടുന്നതാണ്. ഞാനും ഈ ലോകത്ത് നിങ്ങൾ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്ന ആളുകളില്ലേ, അവർ പോലും ആരും സ്പെഷ്യലായിട്ട് ജനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്പെഷ്യലായി എന്തോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലോകത്തിന് മുന്നിൽ സ്പെഷ്യലായി ഐഡന്റിഫൈ ആവുന്നത്. അല്ലാതെ സ്പെഷ്യലായി ഐഡന്റിഫൈ ആയ ശേഷം സ്പെഷ്യലായി എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളുടെ യഥാർത്ഥ ആനന്ദം കിടക്കുന്നത് നേച്ചറിലാണ്. ബിക്കോസ് വി ആർ ആൻ അനിമൽ. ഭൂമിയിലുള്ള മറ്റു ലക്ഷക്കണക്കിന് മൃഗങ്ങളെ പോലെ ഒരു മൃഗമാണ് മനുഷ്യൻ. സോ മറ്റെല്ലാ മൃഗങ്ങളും ഇന്നും പ്രകൃതിയിൽ തന്നെയാണ് അവർ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിയിലുള്ള വെള്ളം മറ്റു മൃഗങ്ങൾ അതേപോലെ കുടിക്കുമ്പോൾ നമ്മൾ അത് കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ടോ അതിൻ്റെ pH വാല്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളത് കുടിക്കുന്നത്. നല്ല വെള്ളം കുടിക്കാൻ ശീലിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. മറ്റു ജീവികൾ ഭക്ഷണം അങ്ങനെ വിഴുങ്ങുമ്പോൾ നമ്മളത് പാചകം ചെയ്ത് കഴിക്കുന്നു. എല്ലാത്തിലും നമ്മുടെ കുറച്ച് കൈകടത്തൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ബട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് 100% ഒളിച്ചോടി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഒരു റോബോട്ടിക് ലെവലിലേക്ക് മാറും. മൈൻഡ് കംപ്ലീറ്റ് ഒരു ഇങ്ങനെ പോവുക, അങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കും നമ്മുടെ മൈൻഡ്. നമ്മുടെ റെറ്റിനയുടെ ഒരു സെൻസറിന് പോലും ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ ഒരു ലെങ്ത് സെൻസർ പോലെ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 24 മണിക്കൂറും ഒരു 4 ചുമരുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ലൈഫ് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ റെറ്റിന വിദൂര ദൃശ്യങ്ങൾ കാണുന്നില്ല, വലിയൊരു പർവ്വത ശിഖരം കാണുന്നില്ല, ആകാശത്തിലെ മേഘങ്ങളെ കാണുന്നില്ല. അളക്കാൻ കഴിയാത്ത കിലോമീറ്ററുകളുടെ ദൂരം ഈ കണ്ണിന് കാണുമ്പോൾ ഈ കണ്ണിനുള്ളിൽ ചില പ്രത്യേക ഫീലിങ്സ് ഉണ്ടാകുന്നു. അത് നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതേസമയം ഒരു 2 മീറ്ററിൽ ക്ലോസ് ആയിരിക്കുന്ന ഒരു ചുമരിനുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ റെറ്റിന സെൻസ് ചെയ്യുന്ന നമുക്കൊരു ഇൻഡോർ ലൈഫ് സെറ്റിംഗ് വരും. മൈൻഡിൽ ഒരു ഇൻഡോർ ലൈഫ് സെറ്റിംഗ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെഫിനറ്റ്ലി കട്ട് ഡൗൺ ചെയ്യും പലതും. ഔട്ട്ഡോർ ലൈഫിൻ്റെതായ ഒരു ഫീലിങ്സ് കുറയുമ്പോൾ. സോ ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ എപ്പോഴും ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഈ കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ ഒരുപാട് ഇരിക്കുന്ന IT പ്രൊഫഷണൽസ് പോലെയുള്ളവരൊക്കെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുറച്ച് അവേഴ്സ് നേച്ചറിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് ബാലൻസ്ഡ് ആവും. നമുക്കിതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. നമുക്കിന്ന് സ്ക്രീനൊന്നും വേണ്ട, വീണ്ടും ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടുള്ള ഉളികൾ പിടിച്ച് ജീവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചേ പറ്റൂ. ബട്ട് നമ്മൾക്ക് ഒരു പ്രകൃതിയിൽ മുഴുകിക്കൊണ്ടുള്ള ഒരു എൻജോയ്മെന്റിനും ടൈം കണ്ടെത്തിയാൽ മതി. അത് ബാലൻസ്ഡ് ആയി പോകും. അങ്ങനെ ഞാനൊക്കെ എൻ്റെ മൈൻഡിനെ മാനേജ് ചെയ്യുന്നത്, എന്നിൽ നിന്ന് ട്രെയിനിങ്സ് എടുക്കുന്നവർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുക കുറേയൊക്കെ. സ്ക്രീനിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സ്ക്രീനിന്റെ പുറത്തുള്ള നമ്മുടെ ലോകത്ത് അനിലിനെ കാണുമ്പോഴും അല്ല ഞാൻ മിസ്റ്റർ സതീഷിനെ കാണുമ്പോഴും ഒക്കെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീനെന്നോ? അല്ല, പുറത്ത്. അതെ എൻ്റെ കണ്ണ് കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ചെവി കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ത്വക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് മാക്സിമം 2 ഇന്ദ്രിയങ്ങളിലേക്ക് ചുരുങ്ങും. കാഴ്ചയും കേൾവിയും മാത്രം. അതെ, സൗണ്ടും വിഷ്വലും മാത്രമാവും. ഈ സൗണ്ടും വിഷ്വലും മാത്രം അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് എങ്ങനെ കണ്ണിന്റെ ഫാക്കൽറ്റീസിനെ തന്നെ പരിമിതപ്പെടുത്തുന്നുവോ അതേപോലെ ശരീരത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഉപയോഗശൂന്യമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറും. അതെ, തീർച്ചയായും. കണ്ണും ചെവിയും പാറ്റേണിൽ ഡോമിനേറ്റ് ചെയ്യും. ഇതൊരു വലിയ രോഗാവസ്ഥയായി പരിണമിച്ചൂടെ? തീർച്ചയായിട്ടും. നമ്മൾ 2 ഇന്ദ്രിയങ്ങളുള്ള ജീവിയായി ചുരുങ്ങാം. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫ്യൂച്ചർ അതാവാം. കാണാനും കേൾക്കാനും മാത്രം. അത്ര മനോഹരമായ ഒരു പൂവിനെ ഞാൻ സ്റ്റേറ്റസ് വെച്ച് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കത് മണക്കാൻ പറ്റൂലല്ലോ. പക്ഷെ നേരത്തെ മണം നമ്മുടെ മനസ്സിൽ കിട്ടും. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മനസ്സിൽ സംഭവിച്ചേക്കാം. നിങ്ങൾക്കത് മനസ്സിൽ സംഭവിക്കൽ തന്നെ നേച്ചറായി മാറി കഴിഞ്ഞാൽ പിന്നെ മൂക്കിന്റെ ആവശ്യം എന്താ? അപ്പൊ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. നമ്മളുടെ എല്ലാ അവയവങ്ങളും ഇന്ദ്രിയ അനുഭവങ്ങൾ എത്രയധികം റിഡ്യൂസ് ആവുന്നോ അത്രയധികം നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകും. ഞാനൊരു മൈൻഡ്ഫുൾനെസ് ടീച്ചറും കൂടെയാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ സമ്മിശ്രമായി എന്തിലനുഭവിക്കുന്നോ അതിലാണ് നമ്മൾ 100% ആസ്വദിക്കുന്നത്. ജീവിതം ശരിക്കും ആസ്വദിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ കൃത്യമായ അളവിൽ സൂത്തിങ് എക്സ്പീരിയൻസ് ഉള്ള ദൃശ്യവിരുന്ന് അവിടെ കിട്ടണം, കൃത്യമായ സ്മെല്ല് അവിടെ കിട്ടണം, കൃത്യമായ ടച്ച് അവിടെ കിട്ടണം, ഇനി കൃത്യമായ രുചിയും നാവിനും കിട്ടണം. ഇത് നമ്മുടെ ചില ഫെസ്റ്റിവൽസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഇത് കറക്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും മൈൻഡ്ഫുൾ ക്ലാസ്സുകളിൽ ഉദാഹരണം പറയുന്ന ഒരു സാധനമുണ്ട്. അമ്പലങ്ങളിലെ ദീപാരാധന നല്ലൊരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ആണ്. അവിടെ കൃത്യമായ വിഷ്വൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദീപാരാധന കഴിഞ്ഞ് നടയൊക്കെ തുറക്കുമ്പോൾ ഞാൻ അതിനെ റിലീജിയസ് അല്ലാതെ കാണാൻ പഠിക്കുന്ന ഒരാളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഡെയിലി വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെന്നും ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് 100%. ആ രൂപത്തെ അലങ്കരിച്ച് തീ കത്തിച്ച് ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് മനോഹരമായൊരു ദൃശ്യവിരുന്ന്, മണിനാദങ്ങളും ഈ ഇടയ്ക്കയും ഒക്കെ ശംഖൊക്കെ ആയിട്ട് നല്ലൊരു കർണമധുരമായ ഒരു ശബ്ദവിരുന്ന്, ശംഖതീർത്തൊക്കെ ഇങ്ങനെ തെളിച്ച് നമ്മുടെ ബോഡിയിലേക്ക് ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു ടച്ച് എക്സ്പീരിയൻസ് തരുന്നു. പുക ആ സാമ്പ്രാണിയൊക്കെ കത്തിച്ചുണ്ടാകുന്ന പുകയിലൂടെ നമുക്കൊരു സുന്ദരമായ സ്മെല്ല് കിട്ടുന്നു. തീർത്ഥവും
എന്തേലും പ്രസാദമൊക്കെ നാവിന് നല്ലൊരു രുചി തരുന്നു. അവിടെ ഒരു അമ്പലനടയിൽ നിന്ന് ഒരു മനുഷ്യനൊരു നല്ലൊരു അനുഭൂതി ഉണ്ടായി എങ്കിൽ അതിന് ദൈവം വേണമെന്ന് ഒരാവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ അവിടെ സെറ്റായ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ 5 എക്സ്പീരിയൻസും ഇതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുന്ന ഒരു സ്ഥലത്തെ അനുഭവം ദൈവികമായിരിക്കും. നമുക്ക് ഒരു സാധാരണ അനുഭവമായിരിക്കില്ല. അപ്പം നമ്മൾക്ക് ആ ഇരിക്കുന്നത് ഏതോ ഒരു ശില്പി കൊത്തിവെച്ച ഒരു കല്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ സൃഷ്ടിക്കുന്ന അന്തരീക്ഷമാണ് നമ്മളെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത്.